ഹായ് ഓൾ, സഹകാരി റേസ് പ്ലസിൻ്റെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ലെറ്റർ പ്രോബ്ലംസ് ആണ്. ഓക്കെ, റീസണിങ്ങിലെ നമ്പർ പ്രോബ്ലംസ് പോലെ തന്നെ അതേ ഇമ്പോർട്ടൻസ് വരുന്നതാണ് ലെറ്റർ പ്രോബ്ലംസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലെറ്റർ പ്രോബ്ലത്തിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് വരുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ലെറ്റർ പ്രോബ്ലംസിൽ ഫസ്റ്റ് എന്ന് പറയുന്നതാണ് ലെറ്റർ സീരീസ്. ഓക്കെ, ലെറ്റർ സീരീസ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് അനലോഗി. ഓക്കെ, തേർഡ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലെറ്റർ പ്രോബ്ലംസിൽ ചോദിക്കുന്ന 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ലെറ്റർ സീരീസും അനലോഗിയും കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. അതിൽ ലെറ്റർ സീരീസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ലെറ്റർ സീരീസ് നമ്പർ സീരീസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് അതിനേക്കാളും എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ് ലെറ്റർ സീരീസ്. അപ്പോൾ നമ്പർ സീരീസിൽ നമുക്ക് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ വരുന്നുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇനി ഈ ലെറ്റർ സീരീസിൻ്റെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ പ്ലേസ് വാല്യൂ അല്ലെങ്കിൽ നമുക്ക് പൊസിഷൻ വാല്യൂ ഓഫ് പ്ലേസ് വാല്യൂ അല്ലെങ്കിൽ പൊസിഷൻ വാല്യൂ ഓഫ് ലെറ്റേഴ്സിൻ്റെ ബേസ് വാല്യൂ അല്ലെങ്കിൽ പൊസിഷൻ വാല്യൂ, പ്ലേസ് വാല്യൂ അല്ലെങ്കിൽ പൊസിഷൻ വാല്യൂ. അതായത് ഇപ്പം നമുക്കറിയാം എ എന്ന് പറയുന്നത് ഫസ്റ്റ് ലെറ്റർ ആണ്, സെഡ് എന്ന് പറയുന്നത് 26ാമത്തെ ലെറ്റർ ആണ്, 1 to 26 വരെയുള്ള ലെറ്റേഴ്സാണ് നമുക്കിതിൽ വരുന്നത്. അപ്പോൾ ഓരോ ലെറ്ററിനും ഓരോ നമ്പർ ഉണ്ട് അല്ലെങ്കിൽ ഓരോ പ്ലേസ് വാല്യൂ ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. A to Z ഞാൻ എങ്ങനെയാണ് മാപ്പ് ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. സോ എ തുടങ്ങി എം വരെ ഞാൻ താഴോട്ട് എഴുതി. ഇനി എൻ തുടങ്ങി സെഡ് വരെ ഞാൻ മുകളിലോട്ടാണ് എഴുതുന്നത്. അത് എന്തിനാന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ലിസൺ. എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ ഇസഡ്. ഓക്കെ, എ ടു എം വരെ താഴോട്ടും എന്നിൽ നിന്ന് സെഡ് വരെ മുകളിലോട്ടും ഞാൻ മാപ്പ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നിൻ്റെയും വാല്യൂസ് നോക്കാം. എ എന്ന് പറയുന്നത് 1 ആണ്. 1 2 3 4 സോ ഓൺ. വരെ താഴോട്ട് എഴുതി. എം വരെ 13 നമ്പേഴ്സ് ആണ്. 13 വരെ നമ്മൾ താഴോട്ട് എഴുതി. 13 14 15 ഓക്കെ 26 വരെ. ഓക്കെ, ഇങ്ങനെയാണ് ലെറ്റേഴ്സ് മാപ്പ് ചെയ്തത്. അപ്പോൾ സെഡ് എന്ന് പറയുന്നത് അതിൻ്റെ പ്ലേസ് വാല്യൂ 26 ആണ്. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്ലേസ് വാല്യൂ 23 ആണ്. വി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്ലേസ് വാല്യൂ 22 ആണ്. എസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്ലേസ് വാല്യൂ 19 ആണ്. അപ്പോൾ ഓരോ 19 അല്ലെങ്കിൽ 17 എന്നൊക്കെ കേൾക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ലെറ്റർ ഏതാന്നുള്ളതും കൂടി നമ്മുടെ മൈൻഡിലോട്ട് വരണം. ഓക്കെ, എം എന്ന് പറയുന്നത് 13 ആണ്, എൻ എന്ന് പറയുന്നത് 14 ആണ്. ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് മെൻ്റലി മാപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വി ക്യാൻ സോൾവ് ദ ക്വസ്റ്റ്യൻസ്
ഈസിലി 30 സെക്കൻഡ്സിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ പ്ലേസ് വാല്യൂ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത്. ക്ലിയർ? ഇനി എന്തിനാണ് ഇതുപോലെ എഴുതിയത് എന്ന് പറഞ്ഞാൽ മാച്ചിങ് ഓപ്പോസിറ്റ് പെയർസ്. ഓപ്പോസിറ്റ് അതായത് എയുടെ ഓപ്പോസിറ്റ് പെയർ ഏതാ നോക്കൂ. എയുടെ ഓപ്പോസിറ്റ് പെയർ ആണ് ഇസഡ്. എ ഇസഡ്. എച്ച് നോക്കൂ, എച്ച് എസ്. എച്ചിൻ്റെ ഓപ്പോസിറ്റ് പെയർ ആണ് എസ്. ഓക്കെ. ഇനി ജെയുടെ ഓപ്പോസിറ്റ് പെയർ ആണ് ക്യൂ. ജെയുടെ ഓപ്പോസിറ്റ് പെയർ ആണ് ക്യൂ. ഇത് നമ്മൾ മെമ്മറൈസ് ചെയ്ത് വെക്കണം. ഒന്നെങ്കിൽ നമുക്ക് ചെറിയ ഓർത്തിരിക്കാൻ പറ്റുന്ന ചെറിയ ഷോർട്ട് കട്ട്സ് ഒക്കെ വെച്ചിട്ട് ഇപ്പോൾ എച്ച് എസ് ഹൈസ്കൂൾ, ജെ ക്യു ജാക്കുലി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ഓർത്തിരിക്കാം. നിങ്ങൾക്ക് ആ ഒരു ഓർത്തിരിക്കാനുള്ള വഴികൾ വേണമെങ്കിൽ നമുക്ക് കോഡിങ് ആൻഡ് ഡീകോഡിങ് എടുക്കുമ്പോൾ പഠിക്കാം. കാരണം കോഡിങ് ആൻഡ് ഡീകോഡിങ്ങിലാണ് ഏറ്റവും കൂടുതൽ ഈ ഓപ്പോസിറ്റ് പെയേഴ്സ് വെച്ചിട്ടുള്ള മാച്ചിങ് അല്ലെങ്കിൽ മാപ്പിംഗ് വരുന്നത്. ക്ലിയർ? അതല്ല നമുക്ക് അങ്ങനെ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു എക്സാം ഒക്കെ എഴുതുമ്പോൾ ഈ ഒരു സീരീസ് ഇതുപോലെ എഴുതാൻ ഓർക്കാം. എ തുടങ്ങി എം വരെ താഴോട്ടും എൻ തുടങ്ങി സെഡ് വരെ മുകളിലോട്ടും എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈസിലി മാപ്പ് ചെയ്യാം. ഓക്കെ. ഇപ്പം എന്തെങ്കിലും മറന്നു പോവുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയും ഓർത്തിരിക്കാം. അതല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ ടെക്നിക്സ് ഒക്കെ വെച്ചിട്ട് അതുപോലെയും നമുക്ക് ഓർത്തിരിക്കാം. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ പ്ലേസ് വാല്യൂ പഠിക്കേണ്ടത്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പം എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. പ്ലേസ് വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നാണ് ഈ ഓപ്പോസിറ്റ് പെയേഴ്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. ഓക്കെ. നമുക്കിനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ read the first question. Which of the following letter clusters will replace the question mark and complete the following letter cluster series? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പോൾ ഇവിടെ ലെറ്റർ ക്ലസ്റ്റർ ആണ് വരുന്നത് അല്ലേ. 2 ലെറ്റേഴ്സ് വരുന്ന ഒരു ലെറ്റർ ക്ലസ്റ്റർ സീരീസ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. DW, FU, GT, IR, JQ, then missing term. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. ഓക്കെ. സോ ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് ലെറ്റർ നോക്കുകയാണ്. ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ഓരോന്നിലും ഫസ്റ്റ് ലെറ്റർ D, F, G, I, J. ഇതിൻ്റെ പ്ലേസ് വാല്യൂ എഴുതി നോക്കൂ. D എന്ന് പറയുന്നത് 4 ആണ്. F 6. This is 7, 9 and 10. Okay. Okay, listen. So ഇവിടെ D4, F6, G7, I9, J10. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ നമ്പേഴ്സിന് വരുന്ന ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്? 4 to 6 +2, ഇവിടെ +1, again +2, again +1. അപ്പം എങ്ങനെയാണ് ഫസ്റ്റ് ലെറ്റർ ചേഞ്ച് ചെയ്യുന്നത്? ഫസ്റ്റ് ലെറ്റർ വാരീസ് ഇൻ ദ ഫോർമാറ്റ്. ഫസ്റ്റ് ലെറ്റർ varies in the format +2 +1 +2 +1 so on. ഓക്കെ. അപ്പോൾ ഇവിടെ +1 ആണ് വന്നേ. ഇനി എന്ത് വരണം? +2 വരണം അല്ലേ. 10 + 2 12. 12 എന്ന് പറയുന്നത് ഏതാണ്? ലെറ്റർ L ആണ് വരുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ലെറ്റർ ഇൻ ദ മിസ്സിംഗ് ക്ലസ്റ്ററിൽ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കും? L ആയിരിക്കും. അതല്ലെങ്കിൽ ഇങ്ങനെ കൗണ്ട് ചെയ്യുക. J കഴിഞ്ഞാൽ KL, JKL എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ. L കിട്ടി. ഇനി സെക്കൻഡ് ലെറ്റർ നമുക്ക് നോക്കാം. സെക്കൻഡ് ലെറ്റർ വരുമ്പോൾ ഓക്കെ, സെക്കൻഡ് ലെറ്റർ WUTRQ. W എന്ന് പറയുന്നത് 23 അല്ലേ. U എന്ന് പറയുന്നത് 21, 20, 18 and 17. ഇനി അവിടെ എങ്ങനെയാണ് ചേഞ്ച് വരുന്നത്? -2 -1, -2 -1. ഓക്കെ. അപ്പോൾ സെക്കൻഡ് ലെറ്റർ ചേഞ്ച് ചെയ്യുന്നത് ഇൻ ദ ഫോർമാറ്റ് -2 -1, -2 -1. അപ്പോൾ Q -1, Q
ക്യൂ എന്ന് പറഞ്ഞാൽ -1 കഴിഞ്ഞാൽ ഇനി -2, Q-2 എത്ര വരും? 15 വരും അല്ലേ? Q-2 15, 17 - 2 15 എന്ന് പറയുന്നത് ഏതാണ്? O ആണ്, LO. ക്ലിയർ ആയോ? അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരാം, LO. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കാം. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഒന്ന് അനലൈസ് ചെയ്യൂ. DW, FU, GT, IR, JQ ഇതൊക്കെ എന്താണ്? ഓപ്പോസിറ്റ് പെയേഴ്സ് ആണ് അല്ലേ? നമ്മൾ ഈ ഒരു ഇവിടെ കണ്ടു അല്ലേ? JQ ഓപ്പോസിറ്റ് പെയേഴ്സ് ആണ്. DW ഈസ് ആൻ ഓപ്പോസിറ്റ് പെയർ. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് പെയേഴ്സ് ആണ് ഇവിടെ വരുന്നത്. അപ്പം L ആണെങ്കിൽ എല്ലിൻ്റെ ഓപ്പോസിറ്റ് പെയർ ഏതാണ്? LO. അപ്പോൾ നമുക്ക് ഇങ്ങനെയും വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അതായത് നമുക്ക് L മാത്രം കണ്ടുപിടിച്ചാൽ മതി. അടുത്ത ലെറ്റർ നമുക്ക് ഈസിലി ഈ ഒരു മാപ്പിംഗ് ഒന്നുമില്ലാതെ ചെയ്യാം. ഇഫ് യു നോ എല്ലിൻ്റെ ഓപ്പോസിറ്റ് പെയർ O ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ അത് ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ് LO ഈസ് ദി ആൻസർ. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ ബി. ഇതാണ് ഓപ്പോസിറ്റ് പെയർ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ക്ലിയർ? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ. മിസ്സിംഗ് ടേം കണ്ടുപിടിക്കണം. LE ഉണ്ട്, OJ ഉണ്ട്, UO ഉണ്ട്, DT ഉണ്ട്. അടുത്തത് കണ്ടുപിടിക്കണം. ക്ലിയർ? അപ്പം നമുക്ക് ഇതുപോലെ തന്നെ ലെറ്ററിൻ്റെ വാല്യൂസ് നമുക്കൊന്ന് എഴുതി നോക്കാം. സോ L എന്ന് പറയുന്നത് L ഈസ് 12, 15, 21, 4 അല്ലേ? 12, 15, 21, 4. ഇനി ഇതെങ്ങനെയാ ചേഞ്ച് ചെയ്യുന്നത് നോക്കൂ. +3, +6 ഇതെങ്ങനെയാണ്? 21, 4 എന്ന് പറയുന്നത് 21 to 4 +9. എങ്ങനെയാ +9 കിട്ടിയേ? നമുക്ക് 26 ലെറ്റേഴ്സ് ആണ് ഉള്ളത് അല്ലേ? 26 ലെറ്റേഴ്സ് ആണ് ഉള്ളത്. U എന്ന് പറയുന്നത് 21ഉം D എന്ന് പറയുന്നത് W-മാണ്. D എന്ന് പറയുന്നത് 4ഉം ആണ്. ഓക്കെ, അപ്പോൾ 21, 4 ആവണമെങ്കിൽ അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് 26 ആണ്. 21, 26 ആവാൻ എത്ര വേണം? 5 വേണം അല്ലേ? +5 വേണം. ഇനി അത് കഴിഞ്ഞിട്ട് D ആവാൻ 4. അപ്പോൾ +5 +4 ദാറ്റ് ഈസ് +9. ഓക്കെ, അപ്പോൾ അതല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? കൗണ്ട് ചെയ്യും അല്ലേ? U കഴിഞ്ഞാൽ STU, V, W, X, Y, Z, A, B, C, D ഇങ്ങനെ കൗണ്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് മെൻ്റലി എങ്ങനെ ചെയ്യാം? നമുക്ക് മൈൻഡിൽ തന്നെ ചെയ്യാൻ സാധിക്കും. 26 എന്ന് പറയുന്നത് Z ആണ്. അപ്പോൾ 21, 26 ആവാൻ 5, പിന്നെ D എന്ന് പറയുന്നത് 4. സോ 5 + 4 മെൻ്റലി നമുക്ക് പെട്ടെന്ന് അങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3, 6, 9. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? എങ്ങനെയാണ് വാരി വരുന്നത്? 3, 3 വെച്ച് കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ? സോ ഇവിടെ D + 12 വരും. D എന്ന് പറയുന്നത് 4 ആണ് അല്ലേ? 4 + 12 എന്ന് പറയുന്നത് 16. 16 എന്ന് പറയുന്നത് എന്താണ്? P. ഓപ്ഷൻ നോക്കൂ. P വെച്ചിട്ട് ഒരേ ഒരു ഓപ്ഷനേ നമുക്ക് ഉള്ളൂ, PY. ഓക്കെ, അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. P കിട്ടിയാൽ തന്നെ ഓക്കെ, PY ഒരു ഓപ്ഷനേ ഉള്ളൂ. ഇനി P വെച്ചിട്ട് 2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് അടുത്തതും കൂടി ചെക്ക് ചെയ്ത് നോക്കണം അല്ലേ? അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റിനും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, EJOT. E എന്ന് പറയുന്നത് ഏതാണ്? E എന്ന് പറയുന്നത് 5 ആണ് അല്ലേ? E എന്ന് പറയുന്നത് ഞാൻ ഈ Pനെ മാപ്പ് ചെയ്യാണ്. E5, J10, 15, 20. അപ്പം അടുത്തത് എന്ത് വരണം? 25 വരണം അല്ലേ? P16 ആയിരുന്നു, ഇനി 25 വരണം. 25 എന്ന് പറഞ്ഞാൽ ഏതാണ്? Y അല്ലേ? 25 എന്ന് പറയുന്നത് Y ആണ്. സോ നമുക്ക് PY ഈസ് ആൻസർ. ഓപ്ഷൻ ബി. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ വേണം നമുക്ക് ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യാനായിട്ട്.
നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. പ്ലീസ് റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കുക, ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കിയാലോ. MNPQST ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെറ്റേഴ്സ് വരുന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ലെറ്റേഴ്സിനെ ഞാൻ എഴുതുകയാണെങ്കിൽ M എന്ന് പറയുന്നത് ഏതാണ്? M എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 13. N എന്ന് പറയുന്നത് എന്താണ്? N is 14, P is 16, Q is 17, S 19, 20. അപ്പം നമുക്ക് എന്ത് കിട്ടി? ആ നമ്പേഴ്സിൻ്റെ +1 +2 +1 +2 +1 +2 20 + 2 22 വരും. 22 എന്ന് പറയുന്നത് V ആണ്. അപ്പോൾ V ആണ്, V വെച്ചിട്ടാണ് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ A നമുക്ക് കട്ട് ചെയ്ത് കളയാം അല്ലേ. ബാക്കി ഈ 3 എണ്ണമായിരിക്കും ഓപ്ഷൻസ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ കിട്ടി. ഇനി നമുക്ക് അതുപോലെ തന്നെ സെക്കൻഡ് നോക്കാം. U 21, E 5, X 24, F 6, A 1, G 7. U E ആവാനായിട്ട് U ചേഞ്ചസ് ടു E എത്രയാണ് ചേഞ്ച്? അതെങ്ങനെ കണ്ടുപിടിക്കാം? U ചേഞ്ചസ് ടു E എന്ന് പറയുമ്പോൾ 10 വരുന്നത്. എങ്ങനെയാ 10 കിട്ടിയേ? മെന്റലി ആണ് ചെയ്യേണ്ടത്. എന്നിരുന്നാലും എങ്ങനെയാണ് മെന്റലി തിങ്ക് ചെയ്യുക എന്നുള്ളതെന്ന് പറഞ്ഞുതരാം. നമുക്ക് U ഉണ്ട്, E ഉണ്ട്, Z ആണ് നമ്മുടെ ബാർ. Z എന്ന് പറയുന്നത് 26 ആണ്. യുവിൻ്റെ വാല്യൂ എത്രയാ? 21. ഇയുടെ വാല്യൂ എത്രയാ? 5. 21 26 7 +5 പ്ലസ് ഇയുടെ 5 +5 +5 +10. ക്ലിയർ? അപ്പം ഇങ്ങനെ വേണം നമ്മൾ തിങ്ക് ചെയ്യാനായിട്ട്. ഓക്കെ, സോ +10. ഇനി അടുത്തത് 5 24 ആവുന്നു. എങ്ങനെ? ഫോർവേഡ് കൗണ്ട് ചെയ്യരുത്. ഇയിൽ നിന്ന് 5 24 ആവുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും എന്താ ചെയ്യുക? 5 തുടങ്ങി 24 വരെ എണ്ണും. അങ്ങനെയല്ല ഇവിടെ ചെയ്യേണ്ടത്. ഇയിൽ നിന്ന് എക്സിലോട്ട് കുറയാണ് ചെയ്യുന്നത്, ബാക്കോട്ടാണ് വരുന്നത്. ഇയിൽ നിന്ന് എക്സിലോട്ട് കുറയാണ് വരുന്നത്. എത്ര കുറഞ്ഞു? -7 കുറഞ്ഞു അല്ലേ. -7. E and X അല്ലേ. E and X നോക്കുക. ഹിയർ ഈസ് E, ദിസ് ഈസ് X. ഇയിൽ നിന്ന് എക്സിലോട്ട് E എന്ന് പറയുന്നത് 5 ആണ്, X എന്ന് പറയുന്നത് 24 ആണ്. ഓക്കെ, ഇനി Z ആണല്ലോ നമ്മുടെ ബാർ. Z ആവാനായിട്ട് എത്ര മൈനസ് ചെയ്യണം? 5 മൈനസ് ചെയ്യണം. ഇനി 26ൽ നിന്ന് 24 ആവാൻ -2. അപ്പോൾ -5 -2 -7. ഓക്കെ, ഇങ്ങനെ വേണം നമ്മൾ തിങ്ക് ചെയ്യാനായിട്ട്. ക്ലിയർ? ഓക്കെ, സോ -7 കിട്ടി. ഓക്കെ, ഇനി അടുത്തത് 24ൽ നിന്ന് 6 ആവുന്നു. 24ൽ നിന്ന് 6 ആവുന്നു എന്ന് പറയുമ്പോൾ 24 26 ആവാനായിട്ട് എത്ര കുറയുന്നു? 24 + 2 ചെയ്താൽ 26 കിട്ടി. പ്ലസ് ഈ ഒരു 6ഉം കൂടി ചെയ്യുക, അപ്പോൾ +8. മനസ്സിലാകുന്നുണ്ടോ? +8. ഓക്കെ, ഇനി നെക്സ്റ്റ് F1 ആവുന്നു. അപ്പം -5 അല്ലേ. -5. ഇനി 1 7 ആവുന്നു. 1 7 ആവുന്നു മീൻസ് +6. അപ്പം എങ്ങനെയാണ് ചേഞ്ച് വരുന്നത്? +10 -7 +10 -5 +6. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നമ്പർ സീരീസിൽ ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഓൾട്ടർനേറ്റ് വരുന്ന ചേഞ്ചസ്. അപ്പം ഞാൻ ഇവിടെ +10, ഇവിടെ 1 ഇടവിട്ടിട്ട് അടുത്തത് 8, 1 ഇടവിട്ടിട്ട് 6, ഇനി 1 ഇടവിട്ടിട്ട് എന്ത് വരും? +4 വരും. അപ്പം നമുക്ക് അടുത്ത ലെറ്റർ ആണ് കാണുന്നത്. അപ്പോൾ 1 ഇടവിട്ടിട്ടാണ് +4 വരുന്നത്. നമുക്ക് ടു ദ നെക്സ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ദാറ്റ് അടുത്തത് നോക്കാം. അടുത്തത് നമുക്ക് നോക്കുകയാണെങ്കിൽ 7
-7 -5. ഓക്കെ, -7 -5. ഇനി എന്ത് വരണം? -7 -5 കഴിഞ്ഞാൽ ഒരെണ്ണം ഇടവിട്ടിട്ട് എന്ത് വരണം? -5 കഴിഞ്ഞാൽ -3 വരണം അല്ലേ? -3 വരണം. ഓക്കെ, -5 -3. അപ്പോൾ -3. G -3. G എന്ന് പറയുന്നത് 7 ആണ്. 7ൽ നിന്ന് 3 പോയി എത്രയാ? 7ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ 4 കിട്ടും. 4 എന്ന് പറയുന്നത് that is D. So answer is VD. Option C VD. Clear? Okay ആണോ? ഇത് അടുത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്പർ സീരീസിൽ വരുന്നുണ്ട്. അതേ കോൺസെപ്റ്റ് ലെറ്റർ സീരീസിൽ അപ്ലൈ ചെയ്തു. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഒന്ന് നോക്കാം. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ചെറിയ ചെറിയ ഡൗട്ടുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ഈ മൈനസും സബ്ട്രാക്ഷനും അഡീഷനൊക്കെ ഈ ഇപ്പം ഇവിടെ തന്നെ യു ഇയും ഇയും എക്സ് ഒക്കെ വന്നപ്പോൾ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ വെച്ച് ക്ലിയർ ആക്കാം. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ലിസൺ ഹിയർ. u പ്ലസ് 10 എന്ന് പറഞ്ഞാൽ 21 പ്ലസ് 10 ആണ്. അതായത് 31 അല്ലേ? 21 പ്ലസ് 10 എന്ന് വെച്ചാൽ 31 ആണ്. 31 എന്ന് പറയുമ്പോൾ 26 മൈനസ് ചെയ്യുക. 31 മൈനസ് 26 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. 5ൻ്റെ വാല്യൂ എന്താണ്? ഇ. ക്ലിയർ? 21 പ്ലസ് 10 ചെയ്താൽ 31 കിട്ടും. 26 നമ്മുടെ ഡിഫറൻസ് 5. അപ്പോൾ യു പ്ലസ് 10 ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? ഇ ആയിരിക്കും. യു പ്ലസ് 10 ചെയ്താൽ. ഓക്കെ, അതുപോലെ ഇനി അടുത്തത് W പ്ലസ് 7. W എന്ന് പറയുന്നത് 23 ആണ്. 23 പ്ലസ് 7 എത്രയാ? 23 പ്ലസ് 7 30 ആണ് അല്ലേ? 30 എന്ന് പറയുമ്പോൾ 26 മൈനസ് ചെയ്തേ. 30 മൈനസ് 26 4. 4 എന്ന് പറയുന്നത് ഡി ആണ്. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ അഡീഷൻ ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ, ഇനി ഇതുപോലെ നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യാമെന്ന് വിചാരിക്കൂ. സബ്ട്രാക്ഷൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? ഫോർ എക്സാമ്പിൾ B minus 10. B minus 10. B എന്ന് പറയുന്നത് എന്താണ്? 2. 2 minus 10. 2 minus 10 എന്ന് വെച്ചാൽ -8. -8. 26ൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? 26ൽ നിന്ന് 8 പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 26ൽ നിന്ന് 8 പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് 18 കിട്ടും അല്ലേ? 26ന് 6 പോയ 20, 20ന്ന് 2 പോയി കഴിഞ്ഞാൽ 18 എന്ന് പറയുന്നത് ഏതാ വാല്യൂ? R. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യുന്നത്. ഒന്നും കൂടി ചെയ്യൂ. D മൈനസ് 9. D എന്ന് വെച്ചാൽ 4 ആണ്. 4 മൈനസ് 9 എന്ന് വെച്ചാൽ -5 ആണ്. -5. ഓക്കെ, അപ്പോൾ 26ൽ നിന്ന് -5 പോയാൽ 21 എന്ന് പറയുന്നത് യു ആണ്. ക്ലിയർ? 21 എന്ന് പറയുന്നത് യു ആണ്. അപ്പം ഇങ്ങനെയാണ് അഡീഷനും സബ്ട്രാക്ഷനും. നമുക്ക് ഇത് മെൻ്റലി വേണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ഐഡിയ പഠിച്ചു വയ്ക്കുക. എക്സാമിന് വരുമ്പോൾ ഇതുപോലെ വേണം തിങ്ക് ചെയ്യാനായിട്ട്. ക്ലിയർ? ഇനി അടുത്തൊരു കാര്യം കൂടി പറയാം. ഇപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ യുവും ഡിയും തമ്മിൽ യു ആൻഡ് ഡി, യു കഴിഞ്ഞിട്ട് അടുത്ത ലെറ്റർ ഡി ആണ് വരുന്നതെന്ന് വിചാരിക്കൂ. യു കഴിഞ്ഞിട്ട് ഡി ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇൻക്രിമെൻ്റ് വന്നത്? യു എന്ന് പറയുമ്പോൾ യു എന്ന് ഡിയിലോട്ട് പോയി. അപ്പോൾ സെഡ് എന്ന് പറയുന്നത് 26 ആണ്. ഓക്കെ, അപ്പോൾ യു 21, ഡി 4. അപ്പോൾ 26 ആവാനായിട്ട് +5ഉം ഇവിടെ +4ഉം. അപ്പോൾ യു +9 ആണ് ഡി. യു +9 ആണ് ഡി. ക്ലിയർ?
ഇനി അതുപോലെ മൈനസ് ചെയ്യാന്ന് വിചാരിക്കും. ഇനി അടുത്തത് ഡിയിൽ നിന്ന് ഡബ്ല്യൂലോട്ട് മാറുകയാണ് 26. ഓക്കെ, ഡി 26ലോട്ട് മാറണം, അപ്പം -4 കുറയണം അല്ലേ. ഇനി ഡബ്ല്യു എന്ന് പറയുന്നത് ഏതാണ്? ഇത് 4 ആണ്. ഡബ്ല്യു എന്ന് പറയുന്നത് 23 ആണ്. 26 23ലോട്ട് മാറാൻ -3. ദാറ്റ് ഈസ് ഇപ്പൊ ഡിയും ഈ ഡബ്ല്യുവും തമ്മിൽ -7ന്റെ ഡിഫറൻസ് ആണ് ഉള്ളത്. ക്ലിയർ ആണോ? -7ന്റെ ഡിഫറൻസ് ആണ് ഉള്ളത്. അപ്പം ഇങ്ങനെ വേണം നിങ്ങൾ ഐഡിയ മനസ്സിലാക്കാനായിട്ട്. ഈ ഒരു ലോജിക്ക് കണക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ഈസിലി ചെയ്യാം. നമ്മളെല്ലാവരും മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് എങ്ങനെയാണ് ചെയ്യുക? കൗണ്ട് ചെയ്യും നമ്മളല്ലേ, ABCD എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിരലിലൊക്കെ എണ്ണി ചെയ്യുന്നുണ്ടാവും. അത് നമുക്ക് മെൻ്റലി ചെയ്യാൻ സാധിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ടെക്നിക്സ് ആണിത്. അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് PKGTXCOL. അടുത്ത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, പിയും ജി നമുക്ക് ഫസ്റ്റ് ലെറ്റേഴ്സ് നോക്കാം. പിയും ജിയും. പി എന്ന് പറയുന്നത് എന്താണ്? പി എന്ന് പറയുന്നത് 16 ആണ് അല്ലെ. ജി എന്ന് പറയുന്നത് 7 ആണ്. 16ഉം 7ഉം ഒന്ന് കുറയാണ് അല്ലെ, -9. ജി എക്സ് ആവുന്നു. ജി എക്സ് ആവുന്നു എന്ന് പറയുമ്പോൾ ജി എന്ന് പറയുന്നത് എന്താണ്? 7 ആണ്. 7x24 ആവുന്നു. 724 ആവുന്നു വെച്ചാൽ 726 ആവാനായിട്ട് -7 വേണം. ഇനി 26 24 ആവണേ -2 വേണം. -7 + -2 ദാറ്റ് ഈസ് -9. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എക്സ് ഒ ആവുന്നു. 24 15 ആവുന്നു -9. ഇനി O -9 15 ആണ്. O 15 -9 എന്ത് കിട്ടും? 6 കിട്ടും അല്ലെ. 6 എന്ന് പറയുന്നത് ഏതാണ് വരുന്നത്? F. സോ ദാറ്റ് F വരും. -9 ഓയിൽ നിന്ന് -9 F. ഇനി അടുത്തത് നോക്കൂ. ഇനി നമുക്ക് അടുത്തത് മാപ്പ് ചെയ്യണമെന്നില്ല. കാരണം എന്താണ്? PKGTCXLO ഇതൊക്കെ ഓപ്പോസിറ്റ് പെയർ ആണ്. എഫിന്റെ ഓപ്പോസിറ്റ് പെയർ FU ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരാം. എന്നിരുന്നാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം യു കിട്ടുന്നുണ്ടോന്ന്. KTCL. K എന്ന് പറയുന്നത് എന്താ? 11 അല്ലേ. 11 T ആവും. 11 T എന്ന് വെച്ചാൽ 20 + 9. TC ആവും. ടിയും സി ആവുന്ന വെച്ചാൽ T 20 ആണ്. 20 26 ആവാൻ 6, 26 3 ആവാൻ 3. സോ +9. ഹിയർ ഓൾസോ യു വിൽ ബി ഗെറ്റിംഗ് +9. ഓക്കെ, ഇനി എല്ലിൻ്റെ കൂടെ +9 കൂട്ടു. എൽ എന്ന് പറയുന്നത് എത്രയാണ്? 11 ആണ്. 11 + 9 അതായത് L + 9 ഈസ് 21. 21 = U. സോ FU ഈസ് ദ ആൻസർ. ക്ലിയർ? ഓക്കെ ആണോ?